ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി കുടിച്ചു എന്നറിയാതിരിക്കാൻ വേണ്ടി സൂര്യ അതിൻ്റേതായ കൃത്രിമങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേസമയം യതീന്ദ്രൻ പറയുന്നുണ്ട്, കാത്തിരിക്ക ഒരു ഭാര്യയുള്ളപ്പോൾ നീ എന്തിനാടാ കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നിങ്ങൾ കിടക്കാൻ നോക്കൂ, നേരെ ഒരുപാടായി ഞാൻ ഇവൾക്ക് വേണ്ടി ഇവിടെ ഇരുന്നതാ. നന്ദിനി ഇതെന്താ പതിവില്ലാത്ത ശീലങ്ങൾ എന്നൊക്കെ നന്ദിനിയോട് സൂര്യ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം സൂര്യ സാർ എന്തെങ്കിലും കഴിച്ചോ? സൂര്യ സാർ വരുന്നത് വരെ ഞാനും ഒന്നും കഴിച്ചില്ല. ഇതെന്തിനാ നീ കഴിക്കാതിരിക്കുന്നത്? നീ സാധാരണ എന്നും കഴിക്കാറുണ്ടല്ലോ, ഇതെന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? സൂര്യ സാറ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, എന്നാൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ പറയണം, അത് പറ്റത്തില്ല, നീ കഴിക്കാതെ കിടന്നുറങ്ങണ്ട, വാ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയമൊക്കെ സൂര്യയുടെ കാലും കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇതെന്താ സാറിനൊരു നെൽപ്പുറക്കാത്തതുപോലെ? സാറ് കുടിച്ചിട്ടുണ്ടോ? നന്ദിനി, നീ എന്നെ എങ്ങനെ സംശയിക്കരുത് കേട്ടോ, അത് ശരിയല്ല കേട്ടോ നന്ദിനി, നീ എന്നെ എങ്ങനെ സംശയിക്കുന്നത് തീരെ ശരിയല്ല. എന്നാൽ സാറ് ഇരിക്ക്, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുക്കുക. ഹാവു, ആശ്വാസമായി, ഒന്നേ ഇടുന്നുള്ളൂ. അപ്പോഴേക്കും വേറെ സാധനങ്ങളും ഇട്ട് കൊടുക്കണം കേട്ടോ. അയ്യോ, ഇതൊക്കെ എന്തിനാ ഇത്രയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ സാറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ മദ്യമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെന്താ സാറിന് ഇത് കഴിച്ചാൽ? എന്നാൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വിളമ്പി കൊടുത്ത് സൂര്യയുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ സമയം നന്ദിനിയാണെങ്കിലോ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പം നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കഴിക്കുന്നില്ല, സൂര്യ സാർ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം. അത് പറഞ്ഞാൽ പറ്റത്തില്ല, എൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. സാർ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്ത് കൊടുത്ത് നന്ദിനിയോട് ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ നന്ദിനിയുടെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ആ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു സംഭവങ്ങൾ നന്ദിനിക്ക് തോന്നി തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി ഇങ്ങനെ സൂര്യയുടെ കിടക്കിട ഇങ്ങനെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. ആ സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു നോട്ടവും ആ പെരുമാറ്റവും കേട്ടോ. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് കോണി കയറാൻ പോകുമ്പോൾ സൂര്യ പറയാം, നന്ദിനി നീ മുന്നിൽ നടക്കുക, ഞാൻ പിന്നിൽ നടക്കാം. അത് വേണ്ട, സാറ് മുന്നിൽ നടന്നാൽ മതി, ഞാൻ പിന്നിൽ നടന്നോളാം. അതെ, നമ്മുടെ കോണിക്ക് ഇപ്പോൾ പഴയതുപോലെയല്ല, കുറച്ച് ചുറ്റിവളവ് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് കേട്ടോടെ തന്നെ ആ കോണി ഇന്നലെ പുതുതായി പണിതാണ്. അപ്പോൾ സാറിപ്പോൾ കുടിച്ചു. നന്ദിനി, നീ അങ്ങനെ പറയരുത് കേട്ടോ, ഞാൻ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും സൂര്യ വീഴാൻ പോവുക. സാറ് കുടിച്ചില്ലേ? അയ്യോ, ഞാൻ കുടിച്ചിട്ടില്ല, വേണമെങ്കിൽ ഊതി നോക്കിയെന്ന് പറയണ്ട. ആ സമയം നന്ദിനി പറയണ, വേണ്ട വേണ്ട, ഊതണ്ട. അപ്പോൾ ഊതുന്ന സമയത്ത് എന്തോ ഒരു മണം, ഇതെന്താ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരുന്ന ഒരു സുഖമില്ലാത്ത മണമാണല്ലോ. അത് ഞാൻ വരുന്ന വഴിക്ക് ഈ ഉറുണാമ്പഴമുണ്ടല്ലോ, അത് കഴിച്ചു എന്ന് പറയാൻ കേട്ടോ. ഉറുണാമ്പഴം കഴിച്ചാൽ ഇതെന്താ ഇങ്ങനെ കുഴപ്പം? ഉറുണാമ്പഴം കഴിച്ചതിന് മേലെ ഞാൻ പാക്കും കഴിച്ചു എന്ന് പറയട്ടെ. അയ്യേ, ഉറുണാമ്പഴവും പാക്കോ? അപാര ടേസ്റ്റാണ്, ഞാൻ അത് രണ്ടും കൂടി മിക്സാക്കി കഴിച്ചതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി, എന്താ ഒരു ഗതികെട്ട സ്മെല്ല്, ഒരു അടുത്ത് കെടുക്കാൻ പറ്റാത്ത സ്മെല്ലാണല്ലോ, എന്തൊരു സ്മെല്ല് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. ഈ സമയം സൂര്യയാണെങ്കിലോ ഈശ്വര പിടിക്കരുതെന്ന ഭാവത്തിൽ അങ്ങനെ സൂര്യ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറുമ്പോൾ സൂര്യയുടെ കാല് വഴുതാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി, സൂര്യ സാറ് കുടിച്ചു എന്നങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അത് എൻ്റെ ഷൂസേ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഹീലിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കാല് തെന്നിയതാ. ഓ അങ്ങനെയാണോ? അതെ അങ്ങനെ. എന്നാൽ നന്ദിനി നീ മുന്നിൽ നടന്നോ, ഞാൻ പിന്നിൽ നടന്നോളാം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, സാറ് മുന്നിൽ നടന്നോ, ഞാൻ പിന്നിൽ നടന്നോളാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സൂര്യ ആ കോണിൻ്റെ റെയിൽ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ സൂര്യക്ക് ഇങ്ങനെ തല കറങ്ങാനായിട്ട്. അപ്പോൾ സൂര്യ പറയണേ, ഇതെന്താ ഈ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ? അപ്പോൾ സാറ്, ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്, ഇതിലിങ്ങനെ പിടിച്ച് കയറുമ്പോൾ അങ്ങനെ തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയണേട്ടോ. പിന്നീടാണെങ്കിൽ ഇവർ മുകളിലെത്തണം. അപ്പോൾ ഒരാൾ കരയുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. അതായത് വേദക്ക് മരുന്ന് കൊടുത്തിരിക്കുകയാണല്ലോ പത്മ. വേദക്ക് മരുന്ന് കൊടുത്തത് കൊണ്ട് തന്നെ വേദ ചെറുതായി മയങ്ങിയിട്ടാണെങ്കിലും വേദ ഇങ്ങനെ കരയുന്നുണ്ട്. അയ്യോ, എൻ്റെ കൈ വലിക്കുന്നേ, എൻ്റെ കൈ വലിക്കുന്നേ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ പറയുന്നത്, എന്താ ഒരു ചീവീടിൻ്റെ കരച്ചിൽ പോലെ തോന്നുന്നു എന്ന് പറയാം കേട്ടോ. അത് കേട്ടോടുന്ന നന്ദിനി പറയണ, ചീവീടല്ല, സാറിൻ്റെ സിസ്റ്ററാണ്, സാറിൻ്റെ പെങ്ങളാണ്. ഓ, എൻ്റെ പെങ്ങളോ? അതേത് പെങ്ങള്? അപ്പോൾ സൂര്യ കുടിച്ചിട്ടാണ്. സാറിൻ്റെ പെങ്ങളുള്ളത് അറിയില്ലേ? വേദ അല്ലേ, ആ ചീവീട് എന്ന് വിളിച്ചത് വെറുതെ ഒന്നല്ല, അവളൊരു കാന്താരിയാണ്, അവളാണല്ലേ കരയുന്നത്. അവൾ എന്തിനാ സത്യത്തിൽ നന്ദിനി കരയുന്നത്? അപ്പോൾ സാറെന്താ രാവിലെ ഇവിടുന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ മറന്നുപോയോ? എന്ത് രാവിലെ എന്തുണ്ടായത്? അത് വേദയുടെ കൈക്ക് സുഖമില്ലാത്തതും വേദ കരയുന്നതും ഒക്കെ സാർ, ഞാൻ മറന്നു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവളുടെ പ്രശ്നം? അവൾക്ക് കൈകൊണ്ട് തീരെ വയ്യ, കൈക്ക് നല്ല വേദനയുണ്ട്. അതായത് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മഞ്ഞച്ചിരടുണ്ടല്ലോ, ഇത് അവളുടെ കയ്യിൽ കെട്ടണം. അവൾ ആ കയ്യിൽ കെട്ടുമ്പോഴാണ് അതെടുത്ത് വലിച്ചെറിഞ്ഞത്, അത് കെട്ടിയാൽ അവളുടെ അസുഖം മാറും.
അതൊന്ന് കെട്ടിയാൽ മതി. അതിന് ഈ വീട്ടിൽ ആരും അനുവദിക്കുന്നില്ല. സാറൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഓ അത്രയേ വേണ്ടുള്ളൂ. എനിക്കത് അവളുടെ കയ്യിൽ കെട്ടണം. അത്രയല്ലേ വേണ്ടുള്ളൂ. എന്നാൽ അവളുടെ ഈ ചീവീട് കരച്ചിൽ നിർത്തുമല്ലോ. വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അരികിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിലോ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുകയാണ്. തനിക്ക് ആ മരുന്ന് കുടിച്ചത് കൊണ്ട് തന്നെ തനിക്ക് ആ മയക്കാണ് കേട്ടോ. കണ്ണിങ്ങനെ പൊന്തിക്കാനും കഴിയുന്നില്ല, എന്നെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വേദ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ഉരുളുമ്പോൾ സൂര്യ പറയണേ ആ കെട്ടഴിക്ക്, എന്നിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണത് അത് വേണ്ട, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ തന്നെ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം, അതെൻ്റെ വാശിയാണെന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ ആ റൂമിലോട്ട് പോയിട്ട് വേദയുടെ കയ്യിൽ കെട്ടാനൊരുങ്ങുമ്പോൾ വേദ ഈ ഭാഗത്തിരിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തോട്ട് കൈയാക്കണം, ആ ഭാഗത്തിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തോട്ട് കൈയാക്കണം കേട്ടോ. അങ്ങനെ നന്ദിനി ഒരുവിധം കഷ്ടപ്പെട്ട് വേദയുടെ കയ്യിൽ കെട്ടുമ്പോൾ സൂര്യ ഇവള് പാതി മയക്കത്തിലാണെങ്കിലും ഇവൾക്ക് ഇപ്പോഴും നല്ല കുശുമ്പാണ് എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കയ്യിലിരിപ്പ് ഭയങ്കരമാണ് എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കെട്ടൽ കഴിഞ്ഞ് കേട്ടോ. കെട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വേദ ഇങ്ങനെ കരച്ചിൽ നിർത്തി തുടങ്ങുകയാണ്. ഹാവൂ ചിവിടിൻ്റെ കരച്ചിൽ നിന്ന് ഇനി ഇവിടെ നിൽക്കണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെയും കൂട്ടി റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം നന്ദിനിയെയും കൂട്ടി റൂമിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ സൂര്യയാണെങ്കിലോ ഇങ്ങനെ കിടക്കില്ല നന്ദിനി, ആ കിടക്കാമെന്ന് പറയണം. അങ്ങനെ സൂര്യ കിടക്കുകയാണ്. എന്നാൽ ഈ സമയം സൂര്യയോട് വീണ്ടും ചോദിക്കുക, സാറ് കുടിച്ചിട്ടുണ്ട്? ഇല്ല ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് സൂര്യ ഒരൊറ്റ കിടത്തം കിടക്കുകയാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന രംഗമാണ്. അങ്ങനെ ഈ സമയം പത്മ പറയണേ ഇന്നലെ എൻ്റെ മോൾ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ അവളുടെ അടുത്ത് മരുന്നൊക്കെ കൊടുക്കുന്നത് വരെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്, പിന്നീട് അങ്ങ് പോയി, ഞാൻ കിടക്കാൻ പോയി എന്ന് യതീന്ദ്രനോട് പറയണം. അപ്പോൾ ഇന്ദ്രജ വന്നിട്ട് പറയണേ മമ്മി ഇന്നലെ വേദ ഉറങ്ങിയിട്ട് തന്നെയല്ലേ, വേദയുടെ കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ട് ഞാൻ പോയി നോക്കിയായിരുന്നു. അപ്പോൾ വിജയ് പറയണേ നീയാണോ പോയി നോക്കിയത്, ഞാനല്ലേ, അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാത്ത പറഞ്ഞിട്ട് വിജയെ പിച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്നലെ അവൾ കിടന്ന് അലറുകയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് നന്ദിനി കിച്ചണിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം നന്ദിനിയുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അപ്പോൾ ഈ സമയം യതീന്ദ്രൻ പറയണേ ഇനി എന്തായാലും നമുക്ക് നേരം വൈകിക്കണ്ട, ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നുകൊണ്ടൊന്നും ഭേദമാകുന്നില്ലെങ്കിൽ അവളുടെ കൈ സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യട്ടെ, എന്താ സംഭവം നമുക്കറിയാലോ, അതേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവുക, അവളിന്ന് എണീക്കുമ്പോൾ എന്താ പാടെന്ന് നോക്കട്ടെ, അവൾക്ക് ഇന്നും വേദനയാണെങ്കിൽ ഇന്നും കരച്ചിലാണെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കാണാം വേദ അങ്ങോട്ടേക്ക് ചിരിച്ച് കളിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ വേദയുടെ കയ്യിൽ മഞ്ഞച്ചരടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ മമ്മി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടോടെ തന്നെ മോളെ നിനക്ക് ഇപ്പോൾ ഇല്ല മമ്മി എനിക്കൊരു കുഴപ്പമില്ല, അപ്പോൾ കയ്യിലെ വേദനയൊക്കെ മാറിയോ? ആ വേദനയൊക്കെ മാറി. അപ്പോൾ എന്തിരിച്ച് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി നീ നല്ല കരച്ചിലായിരുന്നല്ലോ, നിൻ്റെ വേദനയൊക്കെ ഇപ്പോൾ നന്നായി മാറി? ആ മാറി. അപ്പം നന്ദിനിക്ക് ഇത് ആശ്വാസമാവും കേട്ടോ. ഹാവ് സമാധാനം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ദൈവത്തിനോട് നന്ദി പറയാണ്. അപ്പോൾ ആ സമയം വേദനയോട് വീണ്ടും ചോദിക്കുകയാണ് പത്മ ഇപ്പം നിനക്ക് ഒട്ടും വേദനയില്ല? ഇല്ല ഒട്ടും വേദനയില്ല. അപ്പോഴാണ് കേട്ടോ വേദ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന മഞ്ഞച്ചരട് പെട്ടെന്ന് ഇന്ദ്രജയുടെ കണ്ണിൽ കാണുന്നത്. ഇതാരാ നിൻ്റെ കയ്യിൽ ഈ മഞ്ഞച്ചരട് കെട്ടിത്തന്നത്? അത് കേട്ടോടെ തന്നെ വേദ പറയണേ എനിക്കറിയത്തൊന്നുമില്ല, ആരാ കെട്ടി എന്താ കെട്ടിയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നല്ല വേദന അനുഭവിച്ചു. അപ്പോൾ പത്മ പറയണേ ഇന്നലെ നീ മരുന്ന് കുടിച്ചപ്പോൾ നിനക്ക് മയക്കം വിട്ടതായിരിക്കൂലേ, വേദന വിട്ടതായിരിക്കൂലേ? അയ്യയ്യേ ആ മരുന്ന് കുടിച്ചപ്പോൾ എനിക്ക് വേദന കൂടുകയാണ് ചെയ്തത്, പക്ഷേ ഈ ചരട് ആരാ എൻ്റെ കയ്യിൽ കെട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്, അതിനുശേഷമാണ് എനിക്ക് ഉറക്കം കിട്ടിയതെന്ന് പറയാം കേട്ടോ. ഇതങ്ങ് കേൾക്കുന്ന യതീന്ദ്രൻ ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ഇതാണ്, ഓരോ വിശ്വാസത്തെയും അതിൻ്റേതായ ലെവലിൽ കാണണം, അത് നിനക്കും നിൻ്റെ മോൾക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ പത്മക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സൂര്യ വന്നിട്ട് പറയണേ അതെ ഇന്നലെ ഇവളുടെ കയ്യിൽ കെട്ടിയത് ഇത് നന്ദിനിയാണ് ഇവളുടെ കയ്യിൽ കെട്ടിയത്, ഞാനും കൂടെ പോയിരുന്നു, ഞാൻ കെട്ടാൻ പറഞ്ഞിട്ടാണ് ഇവളുടെ കയ്യിൽ ഇവളുടെ ചീവീട് പോലത്തെ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇന്നലെ നന്ദിനിയോട് നന്ദിനി കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു, ഞാനൊപ്പം പോയി നന്ദിനി കെട്ടിക്കൊടുത്തത് കൊണ്ടാണ് ഇവളുടെ അസുഖം മാറിയതെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന പത്മ ഇങ്ങനെ വൃത്തികെട്ട ഓരോരോ ആചാരങ്ങളുമായി ഒന്നും മിണ്ടാതെ പോയിക്കടഞ്ഞ് ഈ ആ നേരം വെളുക്കാത്ത നാട്ടിൽ നിന്ന് വന്ന പെണ്ണ് പറയുന്നത് കേട്ട് ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ടാണ് വേദനീൻ്റെ അസുഖം മാറിയതെന്നുള്ള ആ അന്ധവിശ്വാസം ഒന്ന് എടുത്തു കളഞ്ഞ് എനിക്ക് മരുന്ന് തന്നുകൊണ്ടാണ് മാറിയത്. അപ്പോൾ വേദ പറയുക മമ്മി മരുന്നൊന്നും തന്നുകൊണ്ടല്ല, മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കൂടെ ചെയ്ത് ഈ മഞ്ഞച്ചിരട് എൻ്റെ കയ്യിൽ കെട്ടിയതുകൊണ്ടാണ്, നീ അത് ഊരി വലിച്ചെറിയുന്നുണ്ടോ? ഇല്ലല്ലോ മമ്മി ഞാനത് ഊരി വലിച്ചെറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വേദ ഓടിപ്പോകാനിട്ടാ. ഇത് കെട്ടിയപ്പോഴാണ് എനിക്ക്
ആശ്വാസമായതെന്ന് പറയുന്നത്. ഇതേ സമയം സൂര്യ അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തുണ്ടായി കണ്ടില്ലേ, ഇതാണ് നന്ദിനി എന്ത് പറയുന്നു അത് കേട്ടിട്ട് അങ്ങ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഇത്ര വേദന അനുഭവിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ നന്ദിനിയുടെ മുന്നിൽ അവൾ മുട്ടുകുത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ പത്മക്കും ഇന്ദ്രജിക്കും ഒന്നും മിണ്ടാനാവാതെ ഉടൻ തന്നെ യതീന്ദ്രൻ പറയാണ്, ഏത് ആചാരങ്ങളെയും തട്ടിത്തെറിപ്പിക്കരുത്. പണത്തിൻ്റെ പേരിൽ, തോട്ടക്കാരിയുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് നീ തള്ളുമ്പോൾ നിൻ്റെ മകള് തന്നെയാണ് വേദന അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്.